സുഹൃത്തുക്കളെ, ഈ പിഞ്ചു ബാലൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. പെരിന്തൽമണ്ണ ടൗണിൽ ഞാൻ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടും വെറും 5 ചായ മാത്രമാണ് ഞാൻ വിറ്റെന്ന് പറയുകയും അവൻ്റെ വാക്കുകളിലുണ്ട് ആ സങ്കടം മുഴുവനും, ആ ഒരു കുടുംബത്തിൻ്റെ സങ്കടം മുഴുവൻ അവൻ്റെ തലയിലാണെന്നുള്ള ആ ഒരു മുഖഭാവം കണ്ടില്ല അവൻ്റെ. പാവം എത്ര തന്നെ ആയാലും നമ്മുടെ അനീഷ്കയുടെ വീഡിയോയിലൂടെ ഇന്ന് ഇവനെ എല്ലാവരും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. യാദൃശ്ചികമായിട്ട് അനീഷ്കയുടെ മുന്നിൽപ്പെട്ടതാണെങ്കിലും ഇന്ന് ഇവനക്ക് സഹായമായിട്ട് പലരും ഇന്ന് മുന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അവൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഒരു മാതൃകയാക്കാവുന്ന ഒരു രീതി. ചായ എന്തിനാ വെക്കണേ? പെരയിലെ ചെലവിന്. അപ്പൊ ഇയാണ് പെരയിലെ ചെലവ് വെക്കണത്? വേറെ ആരുല്ലേ? പിന്നെ ആര് വീട്ടിലുള്ളത്? ഇമ്മണ്ട്. ഉമ്മാക്ക് സുഖല്ല. അപ്പൊ നിങ്ങളെ ചെലവിന് പിന്നെ സ്കൂളിൽ വന്നിട്ട് ചായ ഇവിടെ നിന്ന് ചായപാത്രം ഈ ചായപാത്രം. ഓക്കെ, ഇന്ന് എത്ര ചായ വിറ്റു? 5 വിറ്റു. ഇപ്പൊ രാത്രി 9:20 അല്ലെ? എപ്പൊ വന്നാ? 2 മണിക്ക് വന്നിട്ട് 5 ചായ വിറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ആരും ചായ വാങ്ങണില്ലേ? എന്താ ആരും ചായ വാങ്ങണില്ല? എന്താ വാങ്ങത്ത്? അറിയില്ല. എവിടേക്ക് ചായ? പെരുന്തൽമണ്ണ എവിടേക്കാ പോയത്? ബൈപ്പാസ് ഫുള്ള് പോയി. എന്നിട്ട് ഇവിടുന്ന് ചായ വാങ്ങിയിട്ടില്ല. ഇനി എത്ര ചായ ബാക്കിണ്ട്? ആകെ 5 വിറ്റിട്ടുള്ളൂ. എത്ര? 5 വിറ്റ് എത്ര? ഇനി 16 ബാക്കിയുണ്ട്. അതിങ്ങനെ കച്ചവടം. അപ്പൊ രാത്രി 9:20. ഇനി പേരെയും ചായ കുടിക്കുവോ? അപ്പൊ എന്ത് ചെയ്യും? കച്ചവടം ഇല്ലെങ്കിൽ പെരിയ പോണം. അപ്പൊ നഷ്ടാവൂലേ? പാലും പോയി പഞ്ചസാരം പോയി. അപ്പൊ നഷ്ടമായി ഇന്നത്തെ ചായ കച്ചവടം. അപ്പൊ എല്ലാ ദിവസവും പെരുന്തവണ ഉണ്ടാവോ? എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ചിലപ്പോ വിമാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ മാത്രമേ ഉണ്ടാവില്ല. ഇടക്കൊക്കെ. അപ്പൊ അന്ന് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഈ ഒരു കുട്ടി സംരംഭകൻ ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായക്കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലേ? അപ്പൊ ഇവന്റെ അടുത്ത് എല്ലാവരും ചായ വാങ്ങിയിട്ട് ഇവനെ ചായയും കടി ഉണ്ടാവും. ഇന്നിപ്പോ ചായ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാരും ഇവന്റെ അടുത്ത് ചായ വാങ്ങിയിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാം. പെരുന്തൽമണ്ണ എവിടേക്കാ ഉണ്ടാവല്? ബൈപ്പാസിലാണ് ഉണ്ടാവല് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ അമീർ, പപ്പടം വിറ്റ് അമീറിന് ശേഷം നമ്മളൊരു പുതിയ ഒരാളും കൂടി കണ്ടെത്തിയിരുന്നു. എന്റെ പേര് ഹുസൈൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 7. ഏത് സ്കൂളിലാ? ബോയ്സിലാണ്. അപ്പൊ ബോയ്സ് ഇപ്പോൾ പഠിക്കണ ഹുസൈനാണിത്. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് ചായ വാങ്ങിക്കൊടുഞ്ഞിട്ടോ. ഇനി എല്ലാ ദിവസവും എല്ലാ ചായയും വിറ്റ് ചെയ്യണം അല്ലേ?